Hello dear students, welcome to the second lecture of the final accounts of banking companies. In this lecture, we are going to discuss how to create the profit and loss account of the banking companies. The last class we discussed the term, what do you mean by the bank, and what are the important elements or the terms are used in the bank, like the statutory liquidity ratio, cash reserve ratio, statutory liquidity reserve, and non-performing assets. And we are discussing how to create the final accounts of the banking company. That means how to prepare the profit and loss account. That is one of the important elements of this lecture, how to prepare the profit and loss account of the banking companies. Okay, as a final accounts means, what is the final accounts of the banking companies? The final account is the concept is recording or preparing your the profit and loss account and your the balance sheet on 31st March. So the theme is known as the final accounts. Final account നമ്മൾ എല്ലാ കമ്പനി ചെയ്യണ മാതിരി തന്നെ ബാങ്കിലും ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ആസ് ഫോർ ദ ഫൈനൽ അക്കൗണ്ട്സ്, ദ ബാങ്ക്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. പക്ഷെ ബാങ്കിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് സെപ്പറേറ്റ് ഒരു ഫോർമാറ്റിലാണ്. നമുക്ക് സ്പെസിഫൈഡ് ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ മാത്രമേ ബാങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. സപ്പോസ് യു ആർ പ്രിപ്പയറിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, the balance sheet of the bank, you have to prepare a separate schedule. Schedule wise ആണ് അവിടെ preparations എന്ന് പറയാം. അപ്പോൾ ഷെഡ്യൂൾ വൈസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാങ്കിന് നമുക്കറിയാം എപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് 1st April to 31st March ആണ്. The 1st April 2020 and 31st March 2021 അതായിരിക്കും ഇപ്പോഴത്തെ ഇയേഴ്സ്. അപ്പോൾ ആ ഇയറിലായിരിക്കും നോർമലി നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞത് 1st April to 31st March. സോ കമ്പനീസ്, എല്ലാ ബാങ്കിങ് കമ്പനീസും ക്വാർട്ടർ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. 3 മാസം കൂടുമ്പോൾ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. 1st quarter, 2nd quarter, 3rd quarter, 4th quarter, 4 ക്വാർട്ടേഴ്സ് വരും. 4 ക്വാർട്ടറുകളും അവർ സെപ്പറേറ്റ് റിസൾട്ട് ഇതുപോലെ പബ്ലിഷ് ചെയ്തിരിക്കണം. അതിന് എല്ലാം ശേഷമാണ് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കേണ്ടത്. അത് ഇയർ എൻഡിങ്ങിലാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഫൈനൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആസ് പെർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ആസ് പെർ ദ RBI ആക്ട്, ദ ബാങ്ക് മസ്റ്റ് പ്രിപ്പയർ ദ ഫൈനൽ അക്കൗണ്ട്സ്. In this lecture, we are going to discuss how to prepare the profit and loss account of bank. എങ്ങനെയാണ് ബാങ്കിന്റെ profit and loss account prepare ചെയ്യണത്? So profit and loss account is a summary of the revenue, cost, expenses during the specific period. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ തന്നെ ആ ഒരു വർഷം വന്നിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, അതുപോലെ ബാങ്കിന്റെ ഇൻകംസ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഷെഡ്യൂളിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. We are discussing the schedule of the profit. എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാം ഷെഡ്യൂൾസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഷെഡ്യൂൾ, ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദിസ് ഇസ് എ ഷെഡ്യൂൾ വൈസ് റെപ്രസെന്റേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദിസ് ഇസ് എ ഫോർമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ലിസൺ, the 4 columns, the first column for the particulars column, then second column is schedule, third column is current year amount, and fourth column is previous year. അതായത് 4 columns ആണ് വരുന്നത് നോർമലി. അപ്പോൾ ഹെഡിങ് എഴുതും ഏത് ബാങ്കാണ്. സപ്പോസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഹെഡിങ് is സൗത്ത് ഇന്ത്യൻ ബാങ്ക്. The profit and loss account on the year end 31st March 2017, 18, 19, 20 ഏത് വർഷമാണ് ആ വർഷം നിങ്ങൾ അവിടെ കോട്ട് ചെയ്യുക. ബാങ്കിന്റെ പേര്, then profit and loss account for the year entered 31st March 2000, 2021, 2017 ഏത് വർഷത്തെയാണ് അത് അവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കണം. 4 കോളംസ് വരുന്നു. ദ ഫസ്റ്റ് കോളം ഇസ് പെർട്ടിക്കുലേഴ്സ് കോളം, ദെൻ സെക്കൻഡ് കോളം ഈസ് ദ ഷെഡ്യൂൾ നമ്പർ, ദെൻ തേർഡ് കോളം ഇസ് കറന്റ് ഇയർ എമൗണ്ട്, ആൻഡ് ഫോർത്ത് കോളം ഇസ് പ്രീവിയസ് ഇയർ എമൗണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 എമൗണ്ട് കോളം ഉണ്ട്. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറന്റ് ഇയറിന്റെ എമൗണ്ട്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ സിലബസ് വൈസ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയറിന്റെ എമൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അത് ശരിക്കും ബാങ്കുകളിൽ മാത്രമേ എഴുതുള്ളൂ. നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കറന്റ് ഇയറിന്റെ എമൗണ്ട്സ് മാത്രമാണ് എഴുതേണ്ടതായിട്ട് വരുള്ളൂ.
പ്രീവിയസിൻ്റെ എമൗണ്ട്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓർമ്മയിൽ വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 3 കോളംസേ വരുള്ളൂ. ദ ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ് കോളം, സെക്കൻഡ് കോളം ഇസ് ഷെഡ്യൂൾ, തേർഡ് കോളം ഇസ് കറന്റ് ഇയർ. ഇത് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ഫോർത്ത് കോളം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരില്ല. ഫോർമാറ്റിൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് ആദ്യത്തെ എലമെന്റ് ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ഐഡന്റിഫൈ ചെയ്യണം. ദ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഇൻകംസ് ബാങ്കിന് വരുന്ന നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇൻകത്തിൽ 2 ഹെഡുകളാണ് വരാം. ദ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ്, ഷെഡ്യൂൾ നമ്പർ 13 ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം ഇത് ഷെഡ്യൂൾ നമ്പർ ആദ്യം ഹെഡിങ് കൊടുക്കും, ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ്. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ആണ്. ബാങ്കിന് എങ്ങനെയൊക്കെയാണ് ഇൻകം കിട്ടുക അല്ലേ? സാധാരണ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ലോണിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഇൻകം. ഇവിടെ നമുക്ക് എന്തെല്ലാം ഇൻട്രസ്റ്റ് ഇൻകംസുമാണ് ബാങ്കിന് വരാം അല്ലെ? അപ്പോൾ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്കിന് ഇൻകം വരും, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഇൻകം വരും, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ ഇൻകം വരും. അപ്പോൾ ബാങ്ക് എന്തെല്ലാം ലോൺ കൊടുക്കുന്നു ആ ലോൺ നോക്കുമ്പോൾ എങ്ങനെ ഇൻകമാണ് കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ബാങ്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ അതും ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് ബാങ്കിന് കിട്ടുന്നത് ഇൻകമാണ്. അപ്പോൾ ബാങ്കിന് കിട്ടുന്നത് എന്തെല്ലാം ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ നമ്പർ 13. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ഇൻകംസ് എത്രത്തോളം വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറയാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷെഡ്യൂൾസും പറയും. അപ്പോൾ അത് നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യേണ്ടെന്ന കൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് ഷെഡ്യൂൾ നമ്പർ 13 ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ആ ഷെഡ്യൂൾ നമ്പർ 13ന്റെ ടോട്ടൽ എന്താണ്, ആ ടോട്ടൽ നിങ്ങൾ ഇവിടെ എഴുതുക. ദാറ്റ് ഇസ് യുവർ ലോജിക്. അത്ര നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഹെഡ് കൊടുക്കുന്നു ഇൻകം. അതിൽ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം നിങ്ങൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്തെല്ലാം ഇൻട്രസ്റ്റ് ഇൻകം ബാങ്കിന് വരുന്നുണ്ട് അത് അറിയാൻ നിങ്ങൾ ഷെഡ്യൂൾ നമ്പർ 13 പ്രിപ്പയർ ചെയ്യണം. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ അതിന്റെ ടോട്ടൽ എഴുതും. ഇനി അടുത്ത അതിനുശേഷം അതർ ഇൻകം. ഇനി ഇൻട്രസ്റ്റ് അല്ലാണ്ട് ബാങ്കിന് എന്തൊക്കെ ഇൻകം വരുന്നുണ്ടോ അതിനെ പറയുന്ന പേരാണ് അതർ ഇൻകം. അതർ ഇൻകംസ് കാണാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ നമ്പർ 14. ഷെഡ്യൂൾ നമ്പർ 14 നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അതർ ഇൻകത്തിന്റെ ടോട്ടൽ കിട്ടും. ആ അതർ ഇൻകത്തിന്റെ ടോട്ടൽ ഇവിടെ എഴുതുക. അപ്പോൾ 13ന്റെ ടോട്ടൽ എഴുതി, 14ന്റെ ടോട്ടൽ എഴുതി, ദെൻ 2ന്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ 1 എന്ന് പറഞ്ഞാൽ 13ഉം 14ഉം കൂടി കൂട്ടുന്ന ടോട്ടലിനെയാണ് ടോട്ടൽ 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകംസ് കിട്ടി, ഇൻകത്തിന്റെ ടോട്ടൽ എടുക്കുക. അതായത് ഷെഡ്യൂൾ നമ്പർ 13ന്റെയും 14ന്റെയും ടോട്ടലിനെയാണ് ഈ ടോട്ടൽ ഇവിടെ അപ്പോൾ ഈ ടോട്ടൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ 13 കിട്ടി, 14 കിട്ടി, 13ന്റെയും 14ന്റെയും ടോട്ടൽ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടി, ബാങ്കിന് കിട്ടുന്ന ടോട്ടൽ ഇൻകം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ പ്രിപ്പയർ സെക്കൻഡ് വൺ എക്സ്പെൻഡിച്ചർ. ഇനി ഇൻകം കിട്ടി, ഇനി എക്സ്പെൻഡിച്ചർ ഐഡന്റിഫൈ ചെയ്യണം. എക്സ്പെൻഡിച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസ് ബാങ്കിന് വന്നെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് നോർമലി നിങ്ങൾ ആദ്യം ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. എന്തെല്ലാം രീതിയിലുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരാൻ അല്ല. ബാങ്കിൽ ഡെപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബാങ്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കണം. അല്ല, ഒരാൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്തൊക്കെ ഡെപ്പോസിറ്റ് ബാങ്കിന് വരുന്നുണ്ടോ അതുമൊക്കെ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഡെപ്പോസിറ്റുകൾ ബാങ്കിന് വന്നു കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റിന് മുഴുവൻ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെ പറയുന്ന പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ്. അപ്പൊ ഇൻട്രസ്റ്റ് പെയ്ഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഷെഡ്യൂൾ നമ്പർ 15 ആണ് യൂസ് ചെയ്യാം. ഷെഡ്യൂൾ നമ്പർ 15 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 15ലാണ് ഇൻട്രസ്റ്റ് എക്സ്പാൻഡ് എന്ന കൺസെപ്റ്റിന്റെ ടോട്ടൽ കാണിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് എക്സ്പാൻഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യും 15 എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ എന്തെല്ലാം എക്സ്പെൻസ് വന്നു എന്ന് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമുക്കറിയാം ഇതല്ലാണ്ട് ഡിപ്രീസിയേഷൻ, റെന്റ്, നമ്മൾ സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഐറ്റം ആയിട്ടുള്ള റെന്റ്, ടാക്സ്, ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഇവിടെ വരും ഇല്ലേ. അതെല്ലാം നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. ഡിപ്രീസിയേഷൻ, റെന്റ്, പ്രിന്റിങ്, സ്റ്റേഷനറി, അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നുണ്ടോ നമ്മൾ സാധാരണ സോൾ ട്രേഡിൽ പഠിച്ച ഒരുപാട് ഐറ്റംസ് തന്നെയാണ് ഇവിടെ വരാം. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കാണാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ നമ്പർ 16. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 16 നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഷെഡ്യൂൾ നമ്പർ 16 നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ ഇവിടെ എഴുതാം. അങ്ങനെ 2 എലമെന്റുകൾ ആദ്യം കണ്ടുപിടിച്ചു. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസി ആണ്. ഈ എലമെന്റ് പ്രൊവിഷൻ ആൻഡ് കണ്ടീജൻസി എന്ന് പറഞ്ഞ എലമെന്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ, ഇൻകം ടാക്സ് പ്രൊവിഷൻ, എന്തെല്ലാം പ്രൊവിഷൻസ് വരുന്നു ആ പ്രൊവിഷൻസ് മുഴുവൻ നിങ്ങൾ ഇവിടെ എഴുതി കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊവിഷൻസ് എന്തെല്ലാം പ്രൊവിഷൻസ് കണ്ടീജൻസിയും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ആ പ്രൊവിഷൻസ് നിങ്ങൾ അതിന് ഷെഡ്യൂളൊന്നും ഇല്ല, ഇവിടെ വരെ ഷെഡ്യൂൾ ആവശ്യം വരുന്നല്ലോ. ആ പ്രൊവിഷൻസ് നിങ്ങൾ എഴുതി കാണിക്കുക. അങ്ങനെ
എക്സ്പെൻഡിച്ചറിന്റെ ടോട്ടൽ എടുക്കുക. അതായത് ഇൻട്രസ്റ്റ് ഏൺഡ് എത്ര വന്നു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രത്തോളം വന്നു, പ്രൊവിഷൻസ് എത്രത്തോളം വന്നു, ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ 2. ദാറ്റ്സ് എ ടോട്ടൽ 2. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 1 കിട്ടി, ടോട്ടൽ 2 കിട്ടി. ടോട്ടൽ 1 ഇസ് പ്യുവർലി ഇൻകം ആണ്. എന്തെല്ലാം ഇൻകം ആണ് ബാങ്കിന് വരുന്നത്? ഇൻട്രസ്റ്റ് ഏൺഡ്, ദെൻ അതർ ഇൻകം. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ 2 ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തു. ഷെഡ്യൂൾ നമ്പർ 13ഉം 14ഉം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം എക്സ്പെൻഡിച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ആൻഡ് കണ്ടീജൻസി. ഇതിൽ ഇൻട്രസ്റ്റ് എക്സ്പാൻഡ് കണ്ടുപിടിക്കാൻ ഷെഡ്യൂൾ നമ്പർ 15 പ്രിപ്പയർ ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ ഷെഡ്യൂൾ നമ്പർ 16 പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ പ്രൊവിഷൻസും കണ്ടീജൻസി ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന്റെ എല്ലാത്തിന്റെയും വാല്യൂസ് എഴുതിയതിന്റെ ടോട്ടൽ എടുക്കുന്നു. അതിനാണ് ടോട്ടൽ 2 എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇൻകം ആണ് കൂടുതൽ വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇസ് എ പ്രോഫിറ്റ്. ലോസ് ആണ് കൂടുതൽ വരുന്നെങ്കിൽ ടോട്ടൽ 2, അതായത് ഇൻകം എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ വരുന്നെങ്കിൽ ലോസ്. ടോട്ടൽ 1 മൈനസ് ടോട്ടൽ 2 ചെയ്ത് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ആയിരിക്കും വരാം. നോർമൽ ബാങ്ക്സിനൊക്കെ പ്രോഫിറ്റ് ആണ് വരാം. ലോസിൽ ഒരു ബാങ്ക് റൺ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ടോട്ടൽ 1 മൈനസ് ടോട്ടൽ 2, ടോട്ടൽ 1 മൈനസ് ടോട്ടൽ 2, ദാറ്റ് ഇസ് എ നെറ്റ് പ്രോഫിറ്റ്. ഇൻകം ആണ് കൂടുതലെങ്കിൽ ഇറ്റ്സ് എ പ്രോഫിറ്റ്, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലെങ്കിൽ അത് ലോസ്. അപ്പോൾ നോർമലി പ്രോഫിറ്റ് ആണ് വരാം. അപ്പോൾ ആ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ടോട്ടൽ 1ഉം ടോട്ടൽ 2 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് നിങ്ങൾ ഇവിടെ എഴുതാം. ദെൻ പ്രോഫിറ്റ് ലോസ് ബോട്ട് ഫോർവേഡ്. പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഫോർവേഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി കാണിക്കണം. പ്രീവിയസ് ഇയറിന്റെ എന്തെങ്കിലും ഫോർവേഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻകത്തിന്റെ പ്രോഫിറ്റിന്റെ ടോട്ടലും കിട്ടും, ലോസിന്റെ ടോട്ടലും കിട്ടും. ദെൻ പ്രോഫിറ്റ് ലോസ് ഫോർവേഡ് തന്നെ കിട്ടും. അത് രണ്ടും കൂടി കൂട്ടുക. അതാണ് ടോട്ടൽ 3. ദാറ്റ്സ് എ ടോട്ടൽ 3. ആ ടോട്ടൽ 3 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം അപ്രോപ്രിയേഷൻസ് ചെയ്യേണ്ടത്. അതായത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് കിട്ടി, ഫോർവേഡ് ചെയ്തിട്ടുള്ള അതും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭം, കറന്റ് ഇയർ പ്രോഫിറ്റ്. അതായത് ഇതാണ് കറന്റ് ഇയർ പ്രോഫിറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിനെ പറയുന്ന പേരാണ് കറന്റ് ഇയർ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റിന്റെ 25% എവിടേക്ക് മാറ്റണം? റിസർവിലേക്ക് മാറ്റണം. ദാറ്റ്സ് എ പ്രൊവിഷൻ. അതൊരു ലോയാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ നിങ്ങൾ പറയും 20% 20% മാറ്റിയത്, ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 25%. ഇതാണ് പ്രസന്റ് പ്രോഫിറ്റ്. ഇന്നത്തെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒരു ബാങ്ക് പ്രോഫിറ്റിന്റെ 25% എവിടേക്ക് മാറ്റുണ്ടായിരിക്കും? റിസർവിലേക്ക് മാറ്റും. ഇപ്പൊ ലാഭം ഉണ്ട്, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ, ഇപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 7,000 വന്നു വരിക. 7,000 25% എവിടേക്ക് മാറ്റേണ്ടി വരും? നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി, നമ്മൾ തിയററ്റിക്കലി പഠിച്ചു. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ് പ്രോഫിറ്റിന്റെ 25% പറഞ്ഞാലും പറഞ്ഞിട്ടുള്ള മാറ്റിയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ 20% പറഞ്ഞാൽ അത് മാത്രം മാറ്റിയത്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ 25% നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയിരിക്കണം. അപ്പൊ നിങ്ങൾ എത്ര ശതമാനം കണ്ടുപിടിക്കുക, ആ എമൗണ്ട് ഇവിടെ എഴുതാം. ഇനി അതർ റിസർവ്സ് ക്വസ്റ്റിൽ പറയുന്നത് ഇവിടെ എഴുതാം. അതർ റിസർവ്സ് ഉണ്ടെങ്കിൽ എഴുതാം. പ്രപ്പോസ്ഡ് ഡിവിഡന്റ് ട്രാൻസ്ഫർ ടു ഗവൺമെന്റ് ക്വസ്റ്റിൽ പറയുന്നത് ഇവിടെ എഴുതാം. അതിനുശേഷം ബാക്കി ഈ ടോട്ടൽ 3 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ടോട്ടൽ 3 ആവാൻ എത്ര ബാലൻസ് വരുന്നുണ്ട് അതിനെയാണ് ബാലൻസ് എന്ന് പറയാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ പറയാം. ദാറ്റ്സ് എ ബാലൻസ് ക്യാരി ഫോർവേഡ് ദ ബാലൻസ് ഷീറ്റ്. അതായത് ടോട്ടൽ 3യുടെ ടോട്ടൽ നമ്മൾ ഇവിടെ എഴുതാം. ദെൻ ഇവിടെ നിങ്ങൾ റിസർവിന്റെ എമൗണ്ട് എഴുതി, ട്രാൻസ്ഫർ ടു റിസർവ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ മീൻസ് അതർ റിസർവിന്റെ എമൗണ്ട് എഴുതുക, ട്രാൻസ്ഫർ പ്രപ്പോസ് ഡിവിഡന്റ് എഴുതുക. ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അത് ഈ ടോട്ടൽ 3 മൈനസ് ഈ എമൗണ്ടുകൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബാലൻസ്. ആ ബാലൻസുകൾ എവിടേക്ക് ഫോർവേഡ് ചെയ്യണം? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇതാണ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞ എലമെന്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതായിട്ട് വരും. ദെൻ അതർ റിസർവ്സും ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടി വരും. ദെൻ ഈ ബാലൻസും ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഐറ്റംസ് ട്രാൻസ്ഫർ ടു റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ബാലൻസ് ക്യാരി ഫോർവേഡ് ദ ബാലൻസ് ഷീറ്റ്, ഈ 3 ഐറ്റംസ് നോർമലി ബാലൻസ് ഷീറ്റിലും എഴുതേണ്ടതായിട്ട് വരും. ഇവിടെ എഴുതുന്ന അതേ ഫിഗേഴ്സ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലും കൊണ്ടും എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഓക്കെ, ഇതിനെ കറസ്പോണ്ട് ചെയ്യുന്ന എമൗണ്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ലോജിക്. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ അല്ല, ഈ കറന്റ് എമൗണ്ടുകൾ മുഴുവൻ എമൗണ്ട് കോളത്തിൽ, ഷെഡ്യൂൾ നമ്പർ മാത്രം ഷെഡ്യൂൾ ഇതിൽ എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് ഇവിടെ എഴുതേണ്ടത് ഈ കോളത്തിലാണ്. കറന്റ് ഇവിടെയാണ് ഈ എമൗണ്ട് എഴുതുക. ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഇവിടെയാണ് അതിന്റെ എമൗണ്ട് എഴുതുക. ഗവൺമെന്റിലേക്കുള്ള ഇതുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. ബാക്കി ബാലൻസ് എഴുതേണ്ടത് ഇവിടെ തന്നെയാണ്. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ബാങ്കിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് മെയിൻലി ഫോർ അണ്ടർസ്റ്റാൻഡിങ് പ്രോഫിറ്റ് ഓർ ലോസ്. Suppose income is over the expenditure, that means profit. Expenditure or the income is known as the loss. Expenditure ആണ് കൂടുതലെങ്കിൽ ലോസ് എന്ന് പറയും. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ആണെങ്കിൽ, ലാഭമാണെങ്കിൽ ലാഭത്തിന്റെ അപ്രോപ്രിയേഷൻ നടത്തിയിരിക്കണം. ലാഭത്തിന് 25% കറന്റ് ഇയർ പ്രോഫിറ്റ്, അതായത് ഈ കറന്റ് ഇയർ പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിന് 25% എവിടേക്ക്? റിസർവിലേക്ക് മാറ്റണം. അതർ റിസർവ്സിനെ അത് കാണിക്കണം. പ്രപ്പോസ് ഡിവിഡന്റ് അത് കാണിക്കണം. ബാക്കിയുള്ള ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യണം. ദാറ്റ്സ് എ ലോജിക്. ഇങ്ങനെയാണ് നമ്മൾ
ഒരു ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ എങ്ങനെയാണ് ഓരോ ഷെഡ്യൂൾസ്. അപ്പോൾ ഇവിടെ ഏറ്റവും 4 ഷെഡ്യൂൾസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരും. ഷെഡ്യൂൾ നമ്പർ 13, 14, 15, 16 4 ഷെഡ്യൂൾസാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നോർമൽ അതിൽ വരാം, അത് നമ്മൾ ജസ്റ്റ് കാണാപ്പാടം പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഷെഡ്യൂൾ നമ്പർ 30 നമുക്ക് ഇൻട്രസ്റ്റ് എയിൻ, അതിൽ എന്തൊക്കെ വരും. ദെൻ അതർ ഇൻകം, അതിൽ എന്തൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്തൊക്കെ വരും. അതാണ് നീ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ഷെഡ്യൂൾസ് ആദ്യം ഉണ്ടാക്കി വെക്കണം എന്ന് പറയാം. അത് ഉണ്ടാക്കിയതിന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഹൗ ടു പ്രിപ്പയർ ദ ഷെഡ്യൂൾ നമ്പർ 13. This is schedule number 13. So listen, schedule number 13 is interest earned. ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിന് എന്തൊക്കെ ഇൻകം കിട്ടുന്നു ആ ഇൻകംസ് മുഴുവൻ ഷെഡ്യൂളാണ് കാണിക്കുക. ഇൻട്രസ്റ്റ് ഏർഡ്. സോ നോർമലി ഇസ് ഇൻട്രസ്റ്റ് ദെൻ എന്ത് ഇൻട്രസ്റ്റ് ആയാലും ഇപ്പോൾ ഏത് ലോണുമ്പോൾ കൊടുക്കുന്നത് മുഴുവൻ ഇൻട്രസ്റ്റ്. അപ്പോൾ ഏത് ലോണുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു അല്ലെ, ക്യാഷ് ക്രെഡിറ്റ്, ലോണ്, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ്, ഇതുമൊക്കെ ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തെങ്കിൽ ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ലോൺ ഐറ്റംസ് ആയിട്ട് ബാങ്കിന് വരുന്നെങ്കിൽ അത് ബാങ്കിന് മുഴുവൻ ഇൻട്രസ്റ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി ബാങ്കിന് കിട്ടുന്ന ഇൻകമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ലോൺ, ഒരു ബാങ്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ ആലോചിച്ചാൽ മതി, ആ ലോൺ കൊടുക്കുമ്പോൾ അത് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് ബാങ്കിന് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ ഈ എന്തെല്ലാം രീതിയിൽ ലോൺസ് കൊടുക്കുന്നുവോ, അതായത് ലോൺ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ, നോർമൽ ലോൺസ് കൊടുക്കാം, പേഴ്സണൽ ലോൺസ് കൊടുക്കാം, വെഹിക്കിൾ ലോൺസ് കൊടുക്കാം, പിന്നെ അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കാം, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാം, ഒരുപാട് രീതിയിൽ ബാങ്കിന് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടുന്നതെല്ലാം ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ആണ്. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ്, ബിൽസ് ഡിസ്കൗണ്ടഡ് ഉണ്ടായിരിക്കും അല്ലേ. റിബേറ്റ്, സാധാരണ ബിൽസ് ഡിസ്കൗണ്ടഡ് നോർമലി വരാറുണ്ട് അല്ലേ. എന്തെങ്കിലും ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതായത് ബാങ്കിനെ സംബന്ധിച്ച് ഇൻകം കിട്ടാറുണ്ട്. ബിൽസ് വരുമ്പോൾ അഡ്വാൻസ് വരും, ബാങ്കിന് ഓട്ടോമാറ്റിക്കലി ഇൻകംസ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്തായാലും ഇൻകം എഴുതി കാണിക്കുക. എവിടെയെങ്കിലും ചില സിറ്റുവേഷൻ റിബേറ്റ് വരുന്നുണ്ടെങ്കിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ വരിക. ബിൽ ഡിസ്കൗണ്ടഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാങ്കിന് ഇൻകമാണ്. അവിടെ റിബേറ്റ് വരുന്നെങ്കിൽ റിബേറ്റ് ഇവിടെ കുറയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എവിടെയെങ്കിലും റിബേറ്റ് ഒരു ക്വസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ആ റിബേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ 13 വരുന്ന ഈ ഇൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾ ലെസ് ചെയ്യണം. റിബേറ്റുകൾ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അതുപോലെ ഈ ബാക്കി ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് കിട്ടും ബാങ്കിന്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഇൻകമാണ്. ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്കിൽ ഇട്ടതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻകമാണ്. ദെൻ അതേഴ്സ്, എന്തെല്ലാം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ബാങ്കിനെ കിട്ടുന്നുണ്ടോ അതിനെ പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് ഇൻകം. അപ്പോൾ അതിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഒരു ഫോമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ഐറ്റംസ് ചെയ്തതിന്റെ ടോട്ടൽ കറണ്ട് ഇയറിന്റെ മാത്രം നമുക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരിക്കലും പ്രീവിയസ് ഇയർ നമുക്ക് ആവശ്യം വരുന്നില്ല, കറണ്ട് ഇയർ മാത്രമേ ആവശ്യമില്ല. സോ കറണ്ട് ഇയറിന്റെ ഫിഗേഴ്സിൽ എടുക്കുക, അതിന്റെ ടോട്ടൽ എടുക്കുക. റിബേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കുറച്ചിട്ടുണ്ടാവും. അത് മാത്രമാണ് ഷെഡ്യൂൾ നമ്പർ 13 നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ആണ്, ഇൻട്രസ്റ്റ് ഇൻകം ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും എന്താണ് ഇൻട്രസ്റ്റ് ഇൻകം. ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ലോൺ കൊടുക്കുമ്പോഴും ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ബാങ്കിന് കിട്ടുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നെങ്കിൽ അതിന് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ അത് ഇൻകമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതാണ് ഷെഡ്യൂൾ നമ്പർ 13. ബാങ്കിന് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അത് മുഴുവൻ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കുക. അതിനുശേഷം അതിന്റെ ടോട്ടൽ എടുക്കുക. ഇതൊരു കാണാപ്പാടം പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഷെഡ്യൂൾ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തൊന്ന് വായിക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അല്ല കാണാപ്പാടം പഠിക്കില്ല. അപ്പോൾ ആ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാം. ഇൻട്രസ്റ്റ് ഏൺഡ്, ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് കിട്ടുന്ന ഇൻകംസ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ഈ ടോട്ടലാണ് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുന്നത്, ഇവിടെ കൊണ്ട് എഴുതുക, ടോട്ടൽ എമൗണ്ട് ആയിട്ട് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് അതർ ഇൻകം 14. ഇനി ഇൻട്രസ്റ്റ് അല്ലാണ്ട് ബാങ്കിന് ഒരുപാട് ഇൻകംസ് കിട്ടാം അല്ലെ. ബാങ്കിന് ഇൻട്രസ്റ്റ് അല്ലാണ്ട് ഒരുപാട് ഇൻകംസ് വരാം. കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, ഇതൊക്കെയും വേറെ രീതിയിൽ കിട്ടുന്ന ഇൻകംസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് അല്ലാണ്ട് എന്തൊക്കെ ഇൻകംസ് വരുന്നുണ്ടോ അതെല്ലാം അതർ ഇൻകത്തിലാണ് ട്രീറ്റ് ചെയ്യുക. കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അത് ശ്രദ്ധിക്കുക. ലോസ് ഉണ്ടെങ്കിൽ അവിടെ ലെസ് ചെയ്യണം. പ്രോഫിറ്റ് റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലോസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ, ലാൻഡ്, ബിൽഡിംഗ്, നമ്മൾ പറയാറുണ്ട് എന്തൊക്കെയോ ഇൻകംസ്. ഇൻട്രസ്റ്റ് അല്ലാണ്ട് എന്തെല്ലാം ഇൻകംസ്. പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്, ലോസ് ഉണ്ടെങ്കിൽ അവിടെ ലെസ് ചെയ്യണം. ദെൻ ഇൻകം ഏൺഡ് ബൈ ഡിവിഡൻഡ്, സബ്സിഡറീസ്, കമ്പനീസ്, ഇനി ഏതെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്ത് ഇൻകംസ് വരുന്നുണ്ടോ ആ ഇൻകംസ് മുഴുവൻ നിങ്ങൾ അതർ ഇൻകത്തിലാണ് ട്രീറ്റ് ചെയ്യുക. മിസ്ലേനിയസ് ഇൻകം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് അതർ ഇൻകംസ്. ഇൻട്രസ്റ്റ് അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെല്ലാം ഇൻകംസ് ഉണ്ടോ ആ ഇൻകംസ് നിങ്ങൾ എവിടെ ട്രീറ്റ് ചെയ്യണം. ഷെഡ്യൂൾ നമ്പർ 14 എഴുതുക. അതിനുശേഷം
അതിൻ്റെ ടോട്ടൽ എടുക്കണം. ഇപ്പോൾ 2, 3, 4, 5, 6 ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലെസ് ചെയ്യണമെങ്കിൽ ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്തിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2, 3, 4, 5, 6, 7 അല്ല 6 വരെ മതി. ഈ ഐറ്റംസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്തിരിക്കണം ആവശ്യമാണെങ്കിൽ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലാണ് നമ്മൾ എന്ത് എഴുതുക? അതർ ഇൻകത്തിൻ്റെ ടോട്ടലായിട്ട് എഴുതുക. അത് ഇവിടെ എഴുതാം, ജസ്റ്റ് ഒന്ന് എഴുതുള്ളൂ. അതർ ഇൻകത്തിൻ്റെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ എഴുതുക, എമൗണ്ട് കോളത്തിൽ എഴുതുക. ഈ ടോട്ടലിനാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് അല്ലാത്ത എന്തെല്ലാം ഇൻകംസ് ബാങ്കിന് വരുന്നുണ്ടോ ആ ഇൻകംസ് മുഴുവൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക ഷെഡ്യൂൾ നമ്പർ 14. കമ്മീഷൻ, ബ്രോക്കറേജ്, പ്രോഫിറ്റ്, ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ഇൻകംസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ഇൻകംസ് ബാങ്കിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന ഇൻകംസ് മുഴുവൻ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 14 എഴുതുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രോബ്ലം ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് കാണാപ്പാടം പഠിക്കല് ചെയ്യാം, മനസ്സിലാക്കുക. അതർ ഇൻകംസ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇൻകത്തെയാണ് അതർ ഇൻകത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ അതർ ഇൻകംസ് മുഴുവൻ നിങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 14 അതിനുശേഷം 13-യും 14-യും ടോട്ടലാണ് ടോട്ടൽ നമ്പർ 1 എന്ന് പറയും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ പറയാം. 13-യും 14-യും ടോട്ടലിനെയാണ് ടോട്ടൽ നമ്പർ 1 എന്ന് പറയും. ഇനി അടുത്ത് പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 15 ആണ്. അല്ല, നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് മീൻസ് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് പെയ്ഡ്, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? അല്ല, ഇപ്പോൾ സാധാരണ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഡെപ്പോസിറ്റിനും നോർമലി ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഹോം സേഫ് ഡെപ്പോസിറ്റ്, ഇതിനൊക്കെ ബാങ്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ബാങ്കിന് ഇൻട്രസ്റ്റ് പോണത് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് പെയ്ഡ് വരുന്നത് ഏതെങ്കിലും രൂപത്തിലാണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. നമുക്ക് ഇതിനെ കാണാം, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റുകൾ ബാങ്കിനുണ്ടെങ്കിൽ അത് നമുക്ക് അവർ ഇൻട്രസ്റ്റ് കൊടുക്കണം. ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ പോവാണ്, അപ്പോൾ ഇൻട്രസ്റ്റ് പോകുന്നു. ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസുകളാണത്. ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് മീൻസ് ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ബാങ്കിന് എല്ലാ ഡെപ്പോസിറ്റിനും നമുക്ക് എക്സ്പെൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്റർ ബാങ്ക് ബോറോയിങ്സ്, റിസർവ് ബാങ്കിന്റെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ചിലപ്പോൾ അടക്കേണ്ടതായിട്ട് വരും. ആൻഡ് അതുപോലെ എന്തെല്ലാം അതേഴ്സ് വരുന്നുണ്ടോ, ഇതല്ലാണ്ട് ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ടോ ആ എക്സ്പെൻസ് മുഴുവൻ നമ്മൾ കാണിക്കേണ്ടതാണ് ഷെഡ്യൂൾ നമ്പർ 15. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 പറയുന്നത് ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസുകളാണ്. ഷെഡ്യൂൾ നമ്പർ 13 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് വരുന്ന ഇൻകംസ് ആണ്. ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ എഴുതുക, എക്സ്പെൻസുകൾ എഴുതാൻ ടോട്ടൽ എടുക്കുക. ആ എക്സ്പെൻസുകളുടെ ടോട്ടലാണ് നമ്മളിവിടെ 15 കാണിക്കുക. ഓക്കെ, ഇനി അതിനുശേഷമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇനി ഇതല്ലാണ്ട് വേറെ ഒരുപാട് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് അല്ലാണ്ട് ഒരുപാട് എക്സ്പെൻസ് ബാങ്കിന് വരാം. അതിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റ്. എല്ലാ എക്സ്പെൻസിനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് പറയാം. ഒരുപാട്, ഇപ്പോൾ ഇതല്ലാണ്ട് എന്ത് എക്സ്പെൻസും കൂടെ എഴുതാം. പേയ്മെന്റ് ടു പ്രൊവിഷൻ എംപ്ലോയീസ്, റെന്റ്, ടാക്സ്, ലേറ്റിംഗ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, അഡ്വർടൈസ്മെന്റ്, ഡിപ്രീസിയേഷൻ, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, ലോ ചാർജ്, പോസ്റ്റേജ്, ടെലഗ്രാം, റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, അതർ എക്സ്പെൻഡിച്ചർ. ഇൻട്രസ്റ്റ് അല്ലാണ്ട് ബാങ്കിന് എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ടോ ആ എക്സ്പെൻസസ് മുഴുവൻ നമ്മൾ ഇവിടെ കാണിക്കുക ഷെഡ്യൂൾ നമ്പർ 16 കാണിക്കുക. ഷെഡ്യൂൾ നമ്പർ 16 അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡ് പഠിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എഴുതാറുണ്ട്. അതുപോലെ ആ എക്സ്പെൻസുകളൊക്കെ ഓൾമോസ്റ്റ് ഇവിടെയും വരും. ഒരു ബാങ്കിന്റെ പോയിന്റ് ഇതൊക്കെ അതിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കില്ല, മനസ്സിലാക്കാം ഷെഡ്യൂൾ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മുഴുവൻ നമ്മൾ കാണിക്കേണ്ടത് ഷെഡ്യൂൾ നമ്പർ 16 അതിനുശേഷം അതിന്റെ ടോട്ടൽ എടുക്കുക. പേയ്മെന്റ് ടു എംപ്ലോയീസ്, റെന്റ്, ടാക്സ്, ലേറ്റിംഗ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, advertisement, publicity, depreciation on bank, directors fee, auditors fee, law charges, postage, telegrams, repairs and maintenance, insurance, other expenditure. ഓക്കെ, ഈ കരുതുന്നത് തന്നെയാണ് നമ്മളെപ്പോഴും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കറണ്ട് ഇയറിന്റെ എക്സ്പെൻസ് ആയിട്ട് പിന്നെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലാണ് നമ്മൾ ഇവിടെ കാണിക്കുക. ഷെഡ്യൂൾ നമ്പർ 16 കാണിക്കുന്നത് ആ ടോട്ടലാണ് ഈ എമൗണ്ട് കുളത്തിൽ എഴുതി കാണിക്കുക. ദെൻ പ്രൊവിഷൻസ് കണ്ടിന്യൂസ് നേരത്തെ പറയാൻ ഷെഡ്യൂൾ ഇല്ല. നിങ്ങൾക്ക് എന്തെല്ലാം പ്രൊവിഷൻസ് ക്വസ്റ്റിൽ വരുന്നുണ്ടോ അത് ഇവിടെയൊക്കെ എഴുതി കാണിക്കണം. അതിനുശേഷം ടോട്ടൽ 2 ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ പ്രോഫിറ്റ് ഫോർവേഡ് നിങ്ങൾക്ക് കൊണ്ടുവരിക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ടു റിസർവ് പ്രോഫിറ്റിന്റെ, ഈ പ്രോഫിറ്റിന്റെ 25 നമ്മൾ മാറ്റണം. പറഞ്ഞിട്ടില്ലെങ്കിൽ 25%, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മാത്രം മാറ്റിയാൽ മതി. അതിനുശേഷം അതർ റിസർവ്സ് ഉണ്ടോ, ഡിവിഡൻഡ്, ബാക്കിയുള്ള ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഈ 4 ഷെഡ്യൂൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്, എന്തെല്ലാം രൂപത്തിലെ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടണത് അതിനെ പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് ഏൺഡ്.
ഇവിടെ ശ്രദ്ധിക്കണം, റിബേറ്റ് എന്ന കൺസെപ്റ്റ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ ലെസ് ചെയ്യണം. റിബേറ്റുകൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. റിബേറ്റ് നിങ്ങൾ ഇൻട്രസ്റ്റ് വേണ്ടി നിങ്ങൾ ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം. ഇൻട്രസ്റ്റ് അല്ലാണ്ട് ബാങ്കിന് കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ് അതർ ഇൻകംസ്. അപ്പോൾ എന്തെല്ലാം അതർ ഇൻകം ഉണ്ട്, കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, ഇതെല്ലാം ബാങ്കിന് ഇൻകംസ് ആണ്. അപ്പോൾ അത് നോർമലി നമ്മൾ എന്ത് ചെയ്യും, അതർ ഇൻകംസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ടോട്ടൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസുകളാണ്. ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ബാങ്കിന് എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്റർ ബാങ്ക് ബോറോവിങ്സ് ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇൻട്രസ്റ്റ് രൂപത്തിൽ എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ടോ അത് ബാങ്കിന് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ദെൻ അതിന് ടോട്ടൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇതല്ലാണ്ട് എന്ത് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരുന്ന അതർ എക്സ്പെൻസുകൾ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ ടോട്ടൽ എടുക്കുക. അപ്പോൾ ഇത്രയും ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് ഓൾമോസ്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഫോമാറ്റ് പിന്നെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ പറയാം. ദെൻ ഈ ഫോമാറ്റിൽ അത് ഫില്ല് ചെയ്ത് കൊണ്ടിരുന്നു. ദെൻ വളരെ ഈസി ആയിട്ട് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫോമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് സം നോട്ട്സ്, കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും വരുന്ന ഐറ്റം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. റിബേറ്റ് ബിൽ ഡിസ്കൗണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ നമ്പർ 13. ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ നമ്പർ 13 ആണ് റിബേറ്റ് വരുന്നത്. ഷെഡ്യൂൾ നമ്പർ 13. സപ്പോസ് അഡ്ജസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് ഇഫ് ഇറ്റ് ഇസ് ഗിവൻ ഓൺലി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൽ മാത്രമാണ് പറഞ്ഞെങ്കിൽ സെയിം വിൽ ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചു തരും. സപ്പോസ് ഇസ് ഗിവൻ ഇൻ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് പറയുന്നതെങ്കിൽ, ഇത് ബിൽ ഡിസ്കൗണ്ട്, റിബേറ്റ് ബിൽ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റിലാണ് പറയുന്നതെങ്കിൽ ഇസ് ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നിങ്ങൾ ഡിഡക്ട് ചെയ്തിട്ട് വരും. ആൻഡ് സെയിം വിൽ ബി അപ്പിയർ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ മാത്രം റിബേറ്റ് പറയുന്നെങ്കിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഇനി അഡ്ജസ്റ്റ്മെന്റിലായിട്ട് പറയുന്നെങ്കിൽ നിങ്ങൾ എവിടെ കാണിക്കണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അതാണല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ വാട്ട് ഇസ് എ റിബേറ്റ്? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിബേറ്റ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് ഇസ് ഇൻകം, ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇൻകം ആണ്. അൺഎക്സ്പെക്ടഡ് ഡിസ്കൗണ്ട് എന്ന് പറയും, ഡിസ്കൗണ്ട് റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് എന്ന് പറയും. പല രീതിയിൽ ഐഡന്റിഫൈ പറയാറുണ്ട്. സോ സെയിം അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് പറയുന്നതെങ്കിൽ, സപ്പോസ് റിബേറ്റ് എന്ന കൺസെപ്റ്റ് ട്രയൽ ബാലൻസിൽ മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ദെൻ ഇത് ഇൻ കേസ് അഡ്ജസ്റ്റ്മെന്റിലാണ് പറയുന്നത് എന്ത് കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം, ദെൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇത് ലെസ് ചെയ്യാനുള്ള കാരണം ഇത് അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാണിക്കണം. അതിനുശേഷം നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതി കാണിക്കാനായിട്ട് സാധിക്കും. ദിസ് എ ഫസ്റ്റ് ഐറ്റം, റിബേറ്റ് ഓൺ ദ ബിൽ ഡിസ്കൗണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം ആണ്. ഓക്കെ, ദെൻ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഓർ ദ ബാഡ് ഡെപ്റ്റ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എലമെന്റ് ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ. ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻസ് വരുമ്പോൾ അത് എഴുതിക്കാണെങ്കിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിയിലാണ്. നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. there is a provisions and the contingency. ഷെഡ്യൂൾ ഒന്നുമില്ല, പക്ഷേ ഈ ഐറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസി. പ്രൊവിഷൻസ് കണ്ടീജൻസി വരുമ്പോൾ ആദ്യം ഇവിടെ ഈ എമൗണ്ട് എഴുതി കാണിക്കണം. ഷെഡ്യൂൾ ഒന്നുമില്ല, ഈ എമൗണ്ട് കോളത്തിൽ നമ്മൾ ആ പ്രൊവിഷൻസിന് ടോട്ടൽ എഴുതണം. ഓക്കെ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ്, ഇസ് ദ പ്രൊവിഷൻസ് ആൻഡ് ദ കണ്ടീജൻസി. ഡെബിറ്റിംഗ് ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ സെയിം എമൗണ്ട്. ആ എമൗണ്ട് എവിടെ ചെയ്യണം, നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ദ സെയിം എമൗണ്ട് വിൽ ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഐറ്റംസ് റിഗാർഡിംഗ് ദ ഫൈനൽ അക്കൗണ്ട്, ദ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ. ദീസ് ആർ ടു ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ദ വൺ ഈസ് ദ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അഡ്വാൻസ്. റിബേറ്റ് മേ ബി ടു ഫോമാറ്റ്. ദ വൺ ഈസ് ഇറ്റ്സ് ഗിവൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ മാത്രം കൊടുക്കും, ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കും. സപ്പോസ് ഗിവൻ ദ ട്രയൽ ബാലൻസ് appear on the liability side മാത്രം കാണിച്ചു തരും. Suppose adjustment shown on the profit loss account and also balance sheet. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മളത് ലെസ് ചെയ്യാനുള്ള കാരണം. റിബേറ്റ് ഇവിടെ ലെസ് ചെയ്ത് എഴുതാനുള്ള കാരണം എന്താണ്, ഇൻട്രസ്റ്റ് നമ്മൾ റിബേറ്റ് ലെസ് ചെയ്യേണ്ടത്. അത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആൻഡ് പ്രൊവിഷൻസ് നമ്മൾ സാധാരണ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ സാധാരണ ഡെബിറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ദെൻ അതേ എമൗണ്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കും, ലയബിലിറ്റി സൈഡിൽ കാണിക്കാനായിട്ട് ശ്രമിക്കും. These are the two important items relating with the final accounts. So that means final accounts of the bank. That means relating with the profit and loss account. Profit and loss account might relate here. Okay. So once again, this lecture we discuss the format of the final accounts and some format of the profit and loss account.
How to prepare the final accounts of the bank? The first important element is the preparation of the profit and loss account. The profit and loss account mainly for identify the profit or the loss. This is the schedule wise format of the profit and loss account. There is interest earned, other incomes, interest expended, operating expenses and provisions. And to identify the profit and loss, suppose income is over the expenditure, profit, expenditure is over the income, that is a loss. And then after the appropriations, very important element, 25% of profit. And to prepare a lot of schedule number 13, interest earned, that's interest income, recording the entire interest income less any rebates. Schedule number 14, other income. What are the other income? Other than interest land income, other incomes, recording other incomes. Schedule number 15, interest paid. So interest on deposit, interest with expense, bank interest expense record. Okay, then other operating expenses, other land with items like operating expense. Okay, these are the 4 important schedules, schedule number 13, 14, 15 and 16. And this is the important item, the rebate on bill discount. Suppose in the trail balance shown on the liability side only. Suppose adjustment be shown on the profit and loss account and the balance sheet. So profit and loss account deducted from the interest earned. Okay. Then provisions shown on the provisions and contingency, and same amount will be shown on the liability side of the balance sheet. These are 2 important items relating with the profit and loss account. One is a rebate on bill discount, another one is bad debt provisions, or the provision for the bad debt. Okay, so once again, these are the important element. This is a schedule. This is a different format of schedule, and this is the format of the profit and loss account. Schedule number 13, 14, 15, 16, and important adjustments regarding the final accounts relating with the profit and loss account. Anyway, thank you so much, and thank you for watching me.